ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. യേശുവിനെ അനുഗമിക്കേണ്ടതിന് സ്വന്തം വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരയണം എന്നപേക്ഷിച്ച ഒരു മനുഷ്യനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന യേശുവിൻ്റെ മറുപടി തിരുവെഴുത്തുകളിലെ കഠിനമായ ഒരു വാചകമാണ്. നിത്യജീവിതം ലക്ഷ്യമാക്കിയുള്ള ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം. കലപ്പയ്ക്കു കൈ എന്നത് സുദീർഘമായ ഒരു പ്രക്രിയയുടെ തുടക്കമാണ്. തികഞ്ഞ ഒരുക്കത്തോടും ദീർഘക്ഷമയോടും കൂടെ ആ പ്രക്രിയ തുടർന്നെങ്കിൽ മാത്രമേ കലപ്പയ്ക്ക് കൈവച്ചുകൊണ്ട് ആരംഭിക്കുന്ന പ്രവൃത്തി പൂർണ്ണതയിലെത്തൂ. പുറകോട്ട് നോക്കരുത് എന്ന കൽപ്പന ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ പുറപ്പെടുന്നവൻ ജാഗ്രത പാലിക്കേണ്ടവനാകുന്നു എന്ന അർത്ഥമാണ് നൽകുന്നത്. തിരിഞ്ഞു പോകണമെന്നില്ല, പുറകോട്ട് നോക്കിയാൽ മതി. ജീവിതത്തിൻ്റെ ലക്ഷ്യവും പാതയും തെറ്റും. സോദോമിന്മേൽ ദൈവം വരുത്തിയ അഗ്നിയിൽ നിന്ന് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയിക്കൊണ്ടിരുന്ന ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കിയതിനാൽ ഉപ്പുതൂണായി ഭവിച്ചു. അവൾ രക്ഷ ലക്ഷ്യമാക്കിയിരുന്നു. എങ്കിലും അനുസരണക്കേടിനും അലക്ഷ്യഭാവത്തിനും തിരിഞ്ഞുനോക്കലിനും ലഭിച്ച കഠിന ശിക്ഷാവിധിയുടെ നിത്യസ്മാരകമായി വേദചരിത്രത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അനുഗമിക്കുന്നവരോട് യേശു പറഞ്ഞു, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിക്കുവാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. തുടക്കത്തിൽ അനേകർക്ക് നിരന്നുനിന്ന് ഓടുവാനുള്ള വിശാലമായ പാതയായിരിക്കും ലഭിക്കുന്നത്. മുന്നോട്ടു പോകുന്തോറും പാത ഇടുങ്ങിയും സഹയാത്രികർ കുറഞ്ഞും വരും. ഏറ്റവും ഒടുവിൽ ഏകനായി ഓട്ടം തുടരേണ്ടി വരും. മുൻപ് ആ പാതയിൽ ഓടിത്തളർന്നവരുടെ അസ്ഥിപഞ്ജരങ്ങൾ ആ വഴികളിൽ നമുക്ക് കാണാം. നമ്മുടെ പാദങ്ങൾ ക്ഷീണിക്കുമ്പോൾ നിരാശയുടെ വിത്തുമായി ശത്രു നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മുടെ കണ്ണുകളിൽ ലക്ഷ്യത്തിൻ്റെ തിളക്കം കുറയുന്നത് കാണുമ്പോൾ പരാജയ ഭീതി വരുത്തി നമ്മെ തകർക്കുവാൻ അവൻ ശ്രമിക്കും. ക്രൂശിൻ്റെ ദർശനം മങ്ങുകയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വീക്ഷണം മങ്ങുകയും ചെയ്യുമ്പോൾ സ്വർഗീയ വഴികളിൽ നിന്ന് മാറി പച്ചയും പുഷ്ടിയുമുള്ള യോർദാൻ തീരങ്ങളിലേക്ക് നാം കുടിയേറും. കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ട അബ്രഹാം യാത്ര ചെയ്തുകൊണ്ട് തൻ്റെ വിശ്വസ്തത ദൈവത്തിൽ ഭരമേൽപ്പിച്ചതുപോലെ പ്രകാശം ലഭിച്ച നീതിമാനായി നമുക്കും യാത്ര തുടരാം. എബ്രായർ 12:1. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.